8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പൂക്കോട്ടുംപാടം തേൽപ്പാറ റോഡരികിൽ കൂട്ടിയിട്ട വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകൾ മഴ കനത്തോടെ വീണ്ടും ഭീഷണി ഉയർത്തുന്നു. വെള്ളത്തിന് ഒഴുകി പോവാനുള്ള ഡ്രൈനേജിൽ പൈപ്പ് കൂട്ടിയിട്ടതോടെ പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴവെള്ളം ഒഴുകിപ്പോവേണ്ട ഓവുചാലുകളിൽ അടക്കം വാട്ടർ അതോറിറ്റി പൈപ്പുകൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇക്കാരണത്താൽ റോഡിൽ വെള്ളം കെട്ടിനിൽക്കുകയും അതുമൂലം സമീപത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. ഞായറാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ചുള്ളിയോട് ഏലക്കല്ല് സ്വദേശി കുന്നിൽ ബേബി മാത്യുവിന്റെ വീട്ടിലേക്ക് വെള്ളം കയറിയത്. കഴിഞ്ഞ മാസം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം മുതൽ ചുള്ളിയോട് തേൾപ്പാറ വരെയുള്ള ഭാഗങ്ങളിലായി PWD റോഡരികിലെയും ഓവുചാലുകളിലെയും ഇറക്കിവെച്ച പൈപ്പുകൾ മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് തലങ്ങളിൽ പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇനിയും പൈപ്പുകൾ മാറ്റിയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുമെന്ന് ഭാരവാഹികളായ M ബിഷർ, ഫവാസ് ചുള്ളിയോട് എന്നിവർ പറഞ്ഞു. അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് പൂക്കോട്ടുംപാടം ചുള്ളിയോട് പാട്ടക്കരിമ്പ് റോഡിൽ ഇറക്കി വെച്ച PWD റോഡിൽ ഇറക്കി വെച്ച വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഈ മഴ തുടങ്ങിയതോടുകൂടി ആളുകൾക്ക് വീണ്ടും ഭീഷണിയാവുകയാണ്. ഓവുചാലുകളിലും റോഡ് സൈഡുകളിലും ഇറക്കി വെച്ച പൈപ്പുകളിൽ വെള്ളം തടഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ അപകടങ്ങൾ കൂടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു റോഡിൽ വെള്ളം കയറിയിട്ട് വാഹനങ്ങൾ പോകുമ്പോൾ ആ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ പെട്ടെന്നുള്ള നടപടിയാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് യൂത്ത് ലീഗ് പരാതിയുമായി വാട്ടർ അതോറിറ്റിയെ PWD സമീപിച്ചത്. പക്ഷേ യാതൊരു നടപടിയും ഇതിലുണ്ടായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. 1 മാസം മുന്നെയാണ് ഇവിടെ ഈ PWD റോഡിൽ ഇതിറക്കി വെച്ചതിൻ്റെ പേരിൽ വകുപ്പ് മന്ത്രിക്കടക്കം പരാതി മെയിലയച്ചത്. ഇതുവരെയായിട്ട് അതിനൊരു തീരുമാനം കാണാൻ അധികൃതർക്കായിട്ടില്ല. നിരന്തരം പരാതികളും അതേപോലെ തന്നെ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോയിട്ടും അധികൃതരും ഇതിന് വേണ്ടൊരു നടപടികളും സ്വീകരിക്കാൻ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്നും പരാതിയിൽ യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ മഴക്കാലത്തിന് മുന്നെയെങ്കിലും ഈ സൈഡിൽ കിടക്കണ ഓവുചാലിൽ കിടക്കണ പൈപ്പുകൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു തന്നെ അറിയിച്ചിരുന്നു. ഇത്രയും കാലമായിട്ട് ഒരു തീരുമാനം ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു തന്നെയാണ് യൂത്ത് ലീഗിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.